നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്തെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. വധശിക്ഷ നീട്ടിവെക്കാൻ യമനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വിഷയത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്രത്തിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. വെള്ളിയാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് യമനിലെ പ്രോസിക്യൂട്ടർക്ക് കത്തയച്ചിട്ടുണ്ടെന്ന് കേന്ദ്രത്തിനായി ഹാജരായ അറ്റോർണി ജനറൽ വെങ്കിട്ടരമണി സുപ്രീം കോടതിയെ അറിയിച്ചു. ഒരു ഷെയ്ക്ക് വഴിയും ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ശ്രമിച്ചു. ദയാധനം സ്വീകരിക്കാൻ തയ്യാറാകാതെ മറ്റ് ചർച്ചകളിൽ കാര്യമില്ലെന്നും ഇതുവരെയും ഒരു ഫലവും ഉണ്ടായിട്ടില്ലെന്നും കേന്ദ്രം കോടതിയിൽ വ്യക്തമാക്കി. വധശിക്ഷ ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെന്നും അറ്റോർണി ജനറൽ കോടതിയിൽ ഉറപ്പു നൽകി. ഇന്ത്യൻ സുപ്രീം കോടതിക്ക് യമനിലെ കേസിനകത്ത് ഇടപെടുന്നതിന് നിയമപരമായിട്ടുള്ള പരിമിതികളുണ്ട്. ഈ കോടതിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ മേലെ പ്രഷറൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ ഭാഗമായി സുപ്രീം കോടതി ഇന്ന് ഈ കേസ് തീർപ്പാക്കുകയില്ല അല്ലെങ്കിൽ തള്ളിയില്ല. ഇന്ന് കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിമിഷപ്രിയയെ രക്ഷിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ. 16-ാം തീയതി എന്ന് തീരുമാനിച്ചിരിക്കുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷാ തീയതി മാറ്റാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് സുപ്രീം കോടതി മുമ്പാകെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. സ്വാഭാവികമായും അത്തരത്തിൽ 16-ാം തീയതി എന്നുള്ള തീയതി മാറ്റി കിട്ടുകയാണെങ്കിൽ കൂടുതൽ സമയം ലഭിക്കുകയും നമുക്ക് ഈ പറയുന്ന വിക്ടിമിൻ്റെ കുടുംബവുമായി തലാലിൻ്റെ കുടുംബവുമായി ചർച്ചകൾ നടത്താൻ വേണ്ടിയുള്ള കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. വിഷയത്തിലെടുത്ത നടപടികൾ സംബന്ധിച്ച് കേന്ദ്രത്തോട് തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് കേസ് വരുന്ന വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കുമെന്ന് അറിയിച്ചു. മിഡിൽ ഈസ്റ്റിന്റെ ചുമതലയുള്ള അണ്ടർ സെക്രട്ടറിയും കേസ് പരിഗണിക്കുമ്പോൾ കോടതിയിലെത്തി. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തോട് അനുകൂലമായ പ്രതികരണം യമൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് കേന്ദ്ര സർക്കാരിനും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനും ഉള്ളത്. സുപ്രീം കോടതിയിൽ നിന്നും ബൽറാം നെടുങ്ങാടി, 24.